ഈ കണ്ണുകളുടെ കലക്കം നിനക്ക് എന്നിൽ നിന്ന് മറച്ചു വയ്ക്കാൻ കഴിയും. പക്ഷേ ഈ മനസ്സ് കലങ്ങിക്കിടക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അമ്മ ആഹാരം തട്ടിയെറിഞ്ഞത് നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു അല്ലേ? അങ്ങനെയൊന്നുമില്ല. എന്നാലും ആദ്യമായിട്ടാ അഖില മാഡം ആഹാരം തട്ടിയെറിയുന്നത്. അതിന് കാരണക്കാരി ഞാനാണെന്ന് ഓർക്കുമ്പോ ഒരു സങ്കടം. കല്യാണി, സങ്കടങ്ങൾ മാത്രം കൂട്ടായുള്ള ഈ മനസ്സിനെ വീണ്ടും സങ്കടപ്പെടുത്താനല്ല ഞാൻ നിന്നെ താലി കെട്ടി കൊണ്ടുവന്നത്. നമുക്കിവിടെ നിന്ന് മാറാം കല്യാണി. എന്താ വല്യുഞ്ഞി പറയണേ? ഇവിടെ നിന്ന് മാറാനോ? ആ, നല്ല കാര്യായി. കല്യാണി ഇവിടെ വിട്ട് എങ്ങോട്ടുമില്ല. ഞാനേ ഈ പാല് ചൂടാക്കിട്ട് വരാം. വേണ്ട, എനിക്കിത് മതി. കുടിക്കേ. അഖില, നിനക്ക് എന്ത് പറ്റി? നീ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത്? ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? അവളെ എടുത്ത് തലേ വെക്കണമായിരുന്നോ? തൃച്ചംബരത്തെ മരുമകളാണത്രേ. അവളിനി എത്ര ചമഞ്ഞൊരുങ്ങിയാലും തൃച്ചംബരത്തെ മരുമകളാകാൻ പോകുന്നില്ല. എന്റെ മനസ്സിൽ അവൾ എന്നും തൃച്ചംബരത്തെ അടുക്കളക്കാരി തന്നെയായിരിക്കും. ഇവിടെ ചിലർക്ക് അടുക്കളക്കാരിയെ അകത്തമ്മയാക്കി വാഴിക്കാൻ കൊതിയുണ്ടെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ അത് ഈ അഖില ജീവിച്ചിരിക്കുമ്പോ നടക്കുമെന്ന് ആരും കരുതണ്ട. നീ എന്തൊക്കെയാ അഖില ഈ പറയുന്നത്? നമ്മുടെ മകൻ താലി കെട്ടിയ പെണ്ണാണ് കല്യാണി. എത്ര നാൾ നിനക്ക് അവളെ മാറ്റി നിർത്താനാണ്? അവരുടെയൊക്കെ മനസ്സിൽ അവർ കാത്തു സൂക്ഷിക്കുന്ന നിന്റെ വിഗ്രഹമാണ് നീ ഉടയ്ക്കുന്നത്. അതിടയ്ക്കൊക്കെ ഓർത്താൻ നല്ലത്. കൃഷ്ണേട്ടാ, അഖില, എന്താ അഖില, നിന്റെ എല്ലാമായ കൃഷ്ണേട്ടൻ നിന്നെ ചീത്ത പറഞ്ഞോ? ഒറ്റയ്ക്കായിപ്പോയോ? ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും എനിക്ക് ശരിയെന്ന് തോന്നുന്നതേ ഞാൻ ചെയ്യൂ. അതിൽ മാറ്റമില്ല. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ വാക്ക് തന്നെയാണ് അവസാന വാക്ക്. ആയിരുന്നു ഒരിക്കൽ. പക്ഷേ ഇപ്പൊ നിന്റെ ഈഗോയും വാശിയും നിന്റെ വാക്കുകളുടെ ശക്തി കുറച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നീ അറിയുന്നില്ലല്ലോ അഖില. നീ തിരുത്തപ്പെടണം. അതിനാദ്യം നിന്റെ മനസ്സിലെ ഈഗോ എടുത്ത് കളയണം. അതിന് ഇനിയും വൈകിയാൽ നിന്റെ ജീവിതം തന്നെ കൈവിട്ടു പോവും. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധത്തിൽ. ചിന്തിക്കൂ അഖില, ചിന്തിക്ക്. ശരിക്ക് ചിന്തിക്ക്, നന്നായി ചിന്തിക്ക്.
ഗുഡ് മോർണിംഗ് ബ്രോ. അല്ല, എന്റെ ബ്രോയും എടുത്താ? അല്ല, അപ്പൊ ഞാൻ ഇനി ബ്രോ എന്നുള്ള വിളി നിർത്തിയിട്ട് ഏട്ടാന്ന് വിളിക്കേണ്ടി വരുമോ? എടാ, ഏട്ടനൊക്കെ ഓൾഡ് ജനറേഷൻ അല്ലേ, എല്ലാത്തിനും ഒരു പുതുമ വേണ്ടേ? ഒന്നെങ്കിൽ നീ എന്നെ പേര് വിളിക്കുക, അല്ലെങ്കിൽ ആനന്ദിനെ ചുരുക്കി ആനാന്ന് വിളിക്കുക. ഞാൻ അരവിന്ദിനെ ചുരുക്കി ആരാന്ന് വിളിക്കാം. ആനയും അരയും എങ്ങനെയുണ്ട്? ബെസ്റ്റ് അല്ലേ? ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. ഈ തല വെയിൽ കൊള്ളിക്കരുതേ, സൂക്ഷിച്ച് കോൾഡ് സ്റ്റോറേജിൽ വെക്കേണ്ട തലച്ചോറ. അല്ല, അപ്പൊ എവിടെ താമസം എന്ന് പറഞ്ഞ? ഏറ്റില്ലല്ലേ? കോമഡിയാണ് ഉദ്ദേശിച്ചെങ്കിൽ നനഞ്ഞ പടക്കമായി പോയി. ഈ പഴയ ജഗദീഷ് ശ്രീകുമാറിന്റെ സിനിമ ആണെന്ന് നന്നായിരിക്കും. അല്ല, എന്താണ് രാവിലെ കോമഡി പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം? അല്ല, സാധാരണ ഇത്രയും സാഹസങ്ങളൊന്നും കാണിക്കാത്ത ആളാണ്. ശരിയാ. ആക്ച്വലി ഐ വാസ് ട്രൈങ് ടു ഫൂൾ മൈസെൽഫ്. ഒരു വിഷമകാര്യം പറയുന്നതിന് മുമ്പ് ഞാനൊന്ന് തണുപ്പിച്ചെടുക്കായിരുന്നു നിന്നെ. വിഷമകാര്യോ? അതെ അരവിന്ദ്, ഞാൻ കല്യാണിയും കുട്ടി തൃച്ചംബരം വിട്ട് പോവുക. തൃച്ചംബരത്തുനിന്ന് മാറി താമസിക്കാനോ? യെസ്, സുബ്രുവിനോട് പറഞ്ഞ് ഒരു വീട് ശരിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം റെന്റിന് അല്പം സാവകാശം കിട്ടിയിട്ട്. നോ വേ, നടക്കില്ലത്. സമ്മതിക്കില്ല ഞാൻ. എന്താ ബ്രോ ഇതൊക്കെ? ബ്രോ ഇല്ലാത്ത തൃച്ചംബരത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ബ്രോ താമസം മാറാൻ പോവാണെങ്കിൽ ഞാനും കൂടെ വരും. ഒരു ഡബിൾ ബെഡ്റൂം ഫ്ലാറ്റ് ബുക്ക് ചെയ്തേക്ക്, ഞാനും കൂടെ വരാം. സോറി, നീ നിന്റെ ഭാര്യ ഇവിടെ കംഫർട്ടബിളാ. ഞാനും എന്റെ ഭാര്യ അങ്ങനെയല്ല, അതാണ് പ്രശ്നം. ഓ, മനസ്സിലായി. ഇന്നലത്തെ സംഭവം വെച്ചിട്ടാണ് ബ്രോ ഇങ്ങനെ സംസാരിക്കുന്നല്ലേ? പക്ഷെ അമ്മ എന്നെക്കാളും നന്നായിട്ട് ബ്രോയ്ക്ക് അറിയാവുന്നല്ലേ. അമ്മ മാറും ബ്രോ. കല്യാണി മൂത്ത മരുമകളായിട്ട് അംഗീകരിക്കുന്ന ഒരു ദിവസം വരും. ജസ്റ്റ് ഗിവ് ഹർ ലിറ്റിൽ മോർ ടൈം. ഇന്നലത്തെ ഒരു ദിവസം വെച്ച് ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കല്ലേ ബ്രോ? നോ അരവിന്ദ്, നിനക്ക് തെറ്റി. തൃച്ചംബരത്തെ അഖിലാൻ ടീച്ചർ എപ്പോഴും എക്സ്ട്രീമുകളിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാ. ഇഷ്ടപ്പെട്ടാൽ ചങ്കെടുത്ത് കൈതരും, വെറുത്താൽ ആ പക ആനപ്പകയേക്കാൾ വലുതായിരിക്കും. ഒരു ജന്മം മുഴുവൻ സൂക്ഷിക്കും അമ്മ. എന്റെ ഓർമ്മ വെച്ച നാളെ മുതൽ അമ്മ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന ആഹാരം തട്ടിയെറിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. വെറുപ്പിന്റെ അകൽച്ചയുടെ എക്സ്ട്രീമാ അത്. അത് കല്യാണി ഒരുപാട് വേദനിപ്പിച്ചു. ഇന്നലെ രാത്രി മുഴുവൻ അവൾ കരഞ്ഞു തീർക്കായിരുന്നു. ബ്രോ, അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിയ. അത് വേണ്ട അരവിന്ദ്. കല്യാണി ഇന്ന് തൃച്ചംബരത്തെ വീട്ടുജോലിക്കാരിയല്ല, എന്റെ ഭാര്യയാണ്. ഇനി ഇതിന്റെ തുടർച്ചകൾ ഉണ്ടായാൽ കാര്യങ്ങൾ വഷളാവുകയുള്ളൂ. നോക്ക്, ഞാനിപ്പോ ഒരു മകൻ മാത്രമല്ല, ഭർത്താവ് കൂടിയാ. പറഞ്ഞില്ലേ, അമ്മയുടെ വാശിയും കടമ്പിടുത്തങ്ങളും അതേ ബ്ലഡാ എനിക്കും. അതാ ഇപ്പൊ എന്റെ ഭയവും. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അമ്മ പ്രതികരിക്കുന്നത് പോലെ ഞാനും പ്രതികരിച്ച അതൊരു പൊട്ടിത്തെറി ഉണ്ടാക്കുക ഈ വീട്ടിൽ. അതൊന്നും വേണ്ട. ഞാൻ പോവും. എനിക്ക് പോണം. നിന്നോട് മാത്രമേ പറയാനുള്ളൂ. പറഞ്ഞു. ഇനി പോവുക. You take care and believe me, I love you a lot. A lot. പോട്ടെ.
പകുതി കേട്ടു, പകുതി കേട്ടില്ല. എന്നാലും കാര്യം മനസ്സിലായി. നല്ല തീരുമാനം. അല്ല, നീ ഇവിടെ നിന്ന് എന്തൊക്കെയാ എടുത്തോണ്ട് പോകുന്നത്? പഴയ തുണികൾ, ഫയലുകൾ, കുറച്ച് കാശ്? അല്ല, അടുക്കള പാത്രം ഒന്നും എടുത്തോണ്ട് പോകില്ലല്ലോ അല്ലേ? പിന്നെ തുന്നിക്കെട്ടി വെച്ചിരിക്കുന്ന ഒരു പഴയ സാധനമുണ്ട് ഇവിടെ, ഒരു ഹൃദയം. അതിനെ വലിച്ചെറിയുമോ അത് കൂടെ കൊണ്ടുപോകുമോ? അതൊന്നും അറിഞ്ഞാൽ കൊള്ളാം. അച്ഛാ, അല്ല മോനെ, പോകും മുമ്പ് അനിയനോട് മാത്രമേ പറയാനുള്ളൂ എന്ന് നീ പറയുന്നത് കേട്ടു. അപ്പൊ ഞാൻ ആരാ ഇവിടെ? എനിക്കൊരു സ്ഥാനമില്ലേ നിന്റെ മനസ്സിൽ? അരവിന്ദ്, ഈ തന്ത ചാവുമ്പോഴേ ബലികർമ്മങ്ങൾ നടത്തേണ്ടത് മൂത്ത മകനാണെന്നാണ് സങ്കല്പം. യവനിനി കാണില്ല. അപ്പൊ നീ വേണം അതൊക്കെ ചെയ്യാൻ. ഇനിയിപ്പം നിനക്കും വല്ലയിടത്തും ഇറങ്ങി പോണമെന്ന് തോന്നിയാൽ ഞാൻ സഹദേവനോട് വിളിച്ചു പറയാം, അവന്റെ മകനെ വിളിച്ചു വരുത്താൻ. കർമ്മം ചെയ്യാതെ തന്തയുടെ ആത്മാവിനെ അലയാൻ വിടുന്നത് പാപമല്ലേടാ? അച്ഛാ, അച്ഛൻ എന്നെ കരയിക്കരുത്. പുല്ലേ, കരയിക്കുന്നു നീലടാ ഞങ്ങളെ രണ്ടാളെ. അതിന് നിനക്കെന്താ അവകാശം? അതാണ് എന്റെ ചോദ്യം. നിന്നോട് ഞങ്ങൾ ആവശ്യപ്പെട്ടോ അടുക്കളക്കാരി കല്യാണി പ്രേമിക്കാൻ? നിന്നോട് ഞങ്ങൾ കാലു പിടിച്ച് പറഞ്ഞോ അവളെ രഹസ്യമായി വിവാഹം കഴിക്കാൻ? നിന്നോട് ഞങ്ങൾ വെറുപ്പ് പറഞ്ഞു തൃച്ചംബരം വിട്ട് പെണ്ണിനെ വിളിച്ചോണ്ട് നിന്നോട് പോവാൻ? ഇല്ല. ഇത് ഓരോന്നും ചെയ്തത് നീ ഒറ്റയ്ക്ക്. അതറിഞ്ഞപ്പോ നിവൃത്തികേട് കൊണ്ട് നിന്റെ കൂടെ നിന്നു ഒറ്റ തെറ്റ് മാത്രമേ ഞങ്ങൾ രണ്ടാളും ചെയ്തുള്ളൂ. ശരിയാണോ തെറ്റാണോ? ഉത്തരം പറ. ശരിയാണ്. അപ്പോ ഏതാപത്തിനും കൂടെ നിന്നവരെ ഒറ്റയ്ക്കാക്കിയിട്ട് നീ എവിടേക്കായി ഓടിപ്പോകുന്നത്? അപ്പോ നീ ഞങ്ങളോട് ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? നെറുകേടെന്ന് പറയും അതിന് മലയാളത്തിൽ. കല്യാണം കഴിഞ്ഞപ്പോ കുടുംബം വിട്ടുപോയ പെൺകോന്തൻ എന്ന് പറയും നാട്ടുകാർ. തലയിലെടുത്ത് വെക്കണോ ഈ പദവികൾ? അച്ഛാ, ഞാനത് അമ്മയുടെ... അമ്മ പലതും പറയും, അത് അമ്മയുടെ ന്യായം. തള്ള ചവിട്ടിയ പിള്ളയ്ക്ക് നോവില്ലെന്നാ പറച്ചില്. അത് നായക്കുട്ടികളെ പൂച്ചക്കുട്ടികളെ ഉപമിച്ചിട്ടാ. മനുഷ്യർക്കും അതൊക്കെ സമം തന്നെയാണ്. തള്ള ചവിട്ടി മറിച്ചിടുന്നതും കഴുത്തിൽ കടിച്ചെടുത്ത് ചേർത്ത് പിടിക്കുന്നതും പാല് തരാനാണ്, ചത്ത് തുളയാനല്ല. അച്ഛൻ മതി. ഇങ്ങനെ പറയാൻ തുടങ്ങി അച്ഛൻ നിർത്തില്ല. നെഞ്ചി തട്ടി പറയുന്ന ഓരോ വാചകത്തിലും ആ നെഞ്ച് കലങ്ങാണെന്ന് മനസ്സിലായി. ഇനി അത് തുടർന്ന് നേരത്തെ പറഞ്ഞില്ലേ, ശസ്ത്രക്രിയ ചെയ്ത് തുന്നിക്കെട്ടിരിക്കുന്ന ഹൃദയം അതിനി അങ്ങ് പിളർന്നു പോവും. അതുകൊണ്ട് എന്റെ ബ്രോയ്ക്ക് വേണ്ടി ഉത്തരവാദിത്തോടുകൂടി ഞാൻ പറയാ, ബ്രോ തൽക്കാലം ഒരിടത്തേക്കും പോകുന്നില്ല. അച്ഛനൊന്ന് റിലാക്സ് ചെയ്യച്ചാ. അത് പറയേണ്ടത് നീയല്ല, അവനാണ്. ബ്രോ പറ അച്ഛനോട്. അമ്മയുടെ ഇന്നലത്തെ പ്രവൃത്തി ഇനി ഉണ്ടാവില്ല. ഉണ്ടായ അപ്പൊ നമുക്ക് ആലോചിക്കാം. ബ്രോ ഈ തീരുമാനം ഒന്ന് മാറ്റ്. ഫോർ ഗോഡ്സ് സേക്ക് പ്ലീസ് ബ്രോ. ഞാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇനി ഇതുപോലൊരു സന്ദർഭം ഉണ്ടായ തള്ള ചവിട്ടി പിള്ളയുടെ കഴുത്തൊടിയുന്ന അവസ്ഥ വന്ന അച്ഛൻ ആ പഴഞ്ചൊല്ല് തിരുത്തേണ്ടി വരും.
അന്ന് പടിയിറങ്ങി ഞാൻ. എന്നെ വിശ്വസിച്ചിറങ്ങിയ പെണ്ണിനെയും കൊണ്ട്. അന്നാരും വികാരപ്പെടാൻ നിൽക്കരുത് പ്ലീസ്. ദൈവങ്ങളെ, അറിയാലോ, കുലദേവതകളുമായി കെട്ടുപിണങ്ങി കിടക്കുന്നതാ തൃച്ചംബരത്തിന്റെ പാരമ്പര്യം. അതിന് തടസ്സം വരുത്തി കുലശാപം വരുത്തിവെക്കാൻ അകലെ ഒരുക്കമല്ല. നാളെ വരും തലമുറ അല്പായുസുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ പാടില്ല. ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. കൂടെ നിൽക്കണം. ആന്റി, ആന്റി, എനിക്ക് ആന്റിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. എനിക്കൊന്നും കേൾക്കണ്ട. ആന്റി പ്ലീസ്, എനിക്ക് പറയാനുള്ളതൊന്ന് കേട്ടിട്ട് പോ. എനിക്ക് നീ എന്റെ മകനെ പോലെയാ. അവൻ കാണിച്ചതുപോലെ എന്നോട് നീയും കാണിക്കുമെന്ന് ഞാൻ കരുതിയില്ല സുബ്രഹ്മണ്യ. ആന്റി, ആന്റി പ്ലീസ്. മാറാൻ. വണ്ടി എടുക്ക. അരവിന്ദ്, ആന്റി ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ പോലും തയ്യാറായില്ല. ഇവിടെ ഇപ്പൊ ആരും കേൾക്കാനൊന്നും തയ്യാറല്ല സുബോണ. ഓരോ ദിവസം ചെല്ലുന്തോറും പ്രശ്നങ്ങൾ കൂടിക്കൂടി വരിക. തൃച്ചംബരത്ത് എല്ലാരും കൂടി തമ്മിലടിച്ച് ചാവന വിധിങ്ങി അത് നടക്കട്ടെ. അതാവുമ്പോഴേ അമ്മയ്ക്ക് തൃച്ചംബരത്തെ പ്രൗഢി ഒരുപടി കൂടി കൂട്ടാലോ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സുബണ വാ, പോ നോക്കാം. അല്ല, ആനന്ദ് എവിടെ? ആ ബ്രോ ഇപ്പൊ ഇറങ്ങിയുള്ളൂ. അവൻ ആകെ ഡെസ്പാ. ഒരുപാട് നേരം ഇന്നലെ ഫോണിൽ സംസാരിച്ചായിരുന്നു. ബ്രോ ഓഫീസിൽ പോയിരിക്കുക. കല്യാണിയും കൂട്ടി തൃച്ചംബരത്തിന് പോകാൻ പുറപ്പെട്ട ബ്രോയെ വളരെ പണിപ്പെട്ട ഞാനും അച്ഛനും കൂടി പിടിച്ചെടുത്തിയതേ. ആനന്ദിനെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി വന്നതാ. ഇനിയിപ്പോ ഞാൻ നിൽക്കുന്നില്ല അരവിന്ദ്, ഓഫീസിൽ നല്ല തിരക്കാ. ഏയ് ഏതായാലും സുബണം വാ, കാര്യമുണ്ട്. വാ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്.
ആ സുബ്രു, നീ ഓഫീസിലാണോ? ആ, ഞാനിപ്പോ ഓഫീസിൽ എത്തിയതേ ഉള്ളൂ. ആ പറയാം, കുറച്ച് ഏർജന്റ് മെയിൽ അയക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം. ഓക്കെ, ബൈ. ഗുഡ് മോർണിംഗ് സർ.